9ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ മോഷൻ എന്ന ചാപ്റ്ററാണ്. ഇനി യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും നോക്കാം. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെൽ ഓഫ് ടൈം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ യൂണിഫോം മോഷൻ എന്ന് പറയാം. ഉദാഹരണമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് ഇപ്പം നല്ല ഹൈവേയിൽ കൂടി പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു കാറാണ്, 120 km/h പോവുകയാണെങ്കിൽ അപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റിൽ അതൊരു 20 km കവർ ചെയ്തെന്ന് വെക്കാം. അടുത്ത ഒരു 10 മിനിറ്റിൽ വീണ്ടും 20 km, വീണ്ടും 10 മിനിറ്റിൽ 20 km. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് അതേ സ്പീഡിൽ ഇപ്പോൾ ഒരേ ഇൻ്റർവെൽ ഓഫ് ടൈം എടുത്താൽ ഒരേ ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുന്നതെന്ന് നമുക്കിവിടെ കാണാം. അതേസമയം ഒരു ട്രാഫിക്കുള്ള റോഡിൽ കൂടെ പോകാമെന്ന് വിചാരിക്കുക. കാർ ഒന്ന് സ്പീഡ് എടുത്ത് വരുമായിരുന്നു, അപ്പോഴേക്കും അത് ഒരു സിഗ്നലിലെത്തി. അപ്പോൾ അതൊന്ന് സ്ലോ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും സ്പീഡ് എടുത്ത് വന്നപ്പോഴേക്കും അവിടെ നല്ല ട്രാഫിക് ബ്ലോക്കായി. അപ്പോൾ അത് വളരെ സ്ലോ ആയിട്ടാണ് പോയത്. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റിൽ കാറ് മേ ബി ഒരു 20 km ട്രാവൽ ചെയ്തു. പക്ഷേ അടുത്ത ഒരു 10 മിനിറ്റിൽ അതൊരു സിറ്റിയിലോട്ട് വന്നപ്പോഴേക്കും അതിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു, സിഗ്നലും ട്രാഫിക്കും ഒക്കെ കൊണ്ട്. പക്ഷേ അതിനടുത്ത സമയത്ത് ഡ്രൈവർ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടിയിട്ട് അദ്ദേഹം ഒരു 25 km കവർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം നമ്മൾ കണക്കാക്കിയെങ്കിലും ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്താൽ അത് യൂണിഫോം മോഷൻ എന്നും, ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഡിഫറെൻറ്റ് ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ യൂണിഫോം മോഷൻ എന്നും പറയാം. ഇപ്പോൾ യൂണിഫോം മോഷൻ എക്സാമ്പിൾ, ഒരു വാച്ചിൻ്റെ ഹാൻഡ് എപ്പോഴും അത് 60 seconds എടുക്കും അല്ലേ ഒന്ന് കറങ്ങി വരാനായിട്ട്. അതേസമയം എർത്ത് ഇൻ ഇറ്റ്സ് ആക്സിസ് 24 മണിക്കൂർ എടുത്തല്ലേ എല്ലാ ദിവസവും അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ റെവല്യൂഷൻ ഓൾസോ നമ്മൾ നോക്കിയാൽ ഒരു വർഷം എടുക്കില്ലേ സണ്ണിനെ ചുറ്റി വരാനായിട്ട്. അതൊക്കെ എന്താണ്? യൂണിഫോം മോഷനാണ്. അതേസമയം നോൺ യൂണിഫോം മോഷൻ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ വെഹിക്കിൾസ് എപ്പോഴും അതിന് ഒരേ സ്പീഡിൽ പോകാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ സ്റ്റോപ്പായിട്ടാണ് വരുന്നത്. അത് കുറഞ്ഞ് വരും അല്ലേ. ഇപ്പം ഞാൻ നിർത്തുകയെന്ന് വെച്ചാൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി, എൻ്റെ വണ്ടി ഇപ്പോൾ 120 km/h സ്പീഡിൽ പോയിട്ട് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് എൻ്റെ വണ്ടി മറിയാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് 120, 100 ആയി, 80 ആയി. നമുക്കറിയാം നമ്മൾ ക്യാമറയൊക്കെ കാണുമ്പോഴേക്കും അതൊക്കെ സ്പീഡൊന്ന് കുറയ്ക്കും അല്ലേ. അപ്പം 120, 100 ആയി, 80 ആയി, 60 ആയി, 40 ആയി, 20 ആയി, ദെൻ ഓൺലി ഇറ്റ് വിൽ കം ടു എ ഹോൾട്ട്, 0. പിന്നെ ഫ്രീലി ഫോളിങ് ബോഡി നമ്മൾ ഒരെണ്ണം ഗ്രാവിറ്റിക്ക് ഇതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് കവേർഡ് കൂടുതലായിരിക്കും. പിന്നെ ഓസിലേറ്റിംഗ് പെൻഡുലം, ആദ്യം അത് ഇത്രയും പോയിട്ട് പിന്നെ അത് കുറഞ്ഞ് വന്നങ്ങ് സ്റ്റാൻഡ് സ്റ്റില്ലാവും. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമാണ്, പക്ഷേ അതിൻ്റെ ഡിക്രീസ് ഇൻ ഡിസ്റ്റൻസ് കവേർഡ് അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇവിടെ നമുക്ക് നോക്കിയാൽ ഗ്രാഫ് പറയുകയാണെങ്കിൽ യൂണിഫോം മോഷനിൽ നമ്മൾ ടൈം എക്സ് ആക്സിസിലും ഡിസ്റ്റൻസ് വൈ ആക്സിസിലും എടുത്താൽ നമുക്കറിയാം ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ പ്ലോട്ട് ചെയ്ത് പോയാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് ലഭിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല, ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആയിരിക്കും, പക്ഷേ ഇവിടെ അൺഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ആദ്യം ചിലപ്പോൾ ഇത്രയും കവർ ചെയ്തു, പിന്നെ പക്ഷേ ഇത്രയും കവർ ചെയ്തു, പിന്നെ ഇത്രയും കവർ ചെയ്തു, പിന്നെ ഇത്രയും കവർ ചെയ്തു. സോ ഇത് ഒരു കേർവ്ഡ് ലൈനാണ് ലഭിക്കുന്നത്. അപ്പോൾ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, നോൺ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് ഒരു കേർവ് ആയിരിക്കും. ഇനി നമുക്ക് മറ്റ് 2 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാം. സ്പീഡും വെലോസിറ്റിയും, അതായത് വേഗതയും വെലോസിറ്റി പ്രവേഗവും. ഓക്കെ, അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഒരു 4 km നടക്കുന്നു എന്ന് വിചാരിക്കാം. അതിന് ഞാൻ 40 മിനിറ്റ് ടൈമാണ് എടുത്തത്, നല്ല ഫാസ്റ്റാണ്. അടുത്ത നിങ്ങളും 4 km നടക്കുന്നുണ്ട്, പക്ഷെ അതിന് നിങ്ങൾ എത്ര സമയം എടുത്തു? 38 മിനിറ്റേ എടുത്തുള്ളൂ. അപ്പോൾ എന്നെക്കാളും 2 മിനിറ്റ് കുറവാണ് നിങ്ങൾ എടുത്തത്. അപ്പം ആദ്യം ഞാൻ വെറുതെ പറയട്ടെ, നമ്മൾ രണ്ടുപേരും 4 km നടന്നു. അപ്പോൾ അവിടെ ഞാൻ നമ്മുടെ വേഗത തമ്മിൽ താരതമ്യം ചെയ്യുന്നില്ല, ആര് ഫാസ്റ്റാണ് ആര് സ്ലോ ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷെ രണ്ടാമത്തതിൽ ഞാൻ സമയം കൂടി ഉൾപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നടന്നതിനേക്കാളും സ്പീഡിലാണ് നിങ്ങൾ നടന്നതെന്ന്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മൂവിങ് ഓബ്ജക്റ്റ് എത്ര ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ എത്ര സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്നു എന്നതാണ് ഈ സ്പീഡും വെലോസിറ്റിയും നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ സമയം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ സ്പീഡെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ട്രാവൽ ചെയ്തു, ഓക്കെ, പക്ഷേ അത് എത്ര സ്പീഡിൽ ട്രാവൽ ചെയ്തു എന്ന് അറിയണമെങ്കിൽ എത്ര ടൈമിൽ ഞാൻ ആ ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്ന് അറിയണം അല്ലേ. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് അപ്പോൺ ടൈമാണ്. ഡിസ്റ്റൻസിനെ നമുക്ക് എസ് എന്നാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ടൈമിനെ നമ്മൾ ടി കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡിനെ നമുക്ക് വി എന്ന് എടുക്കാം. സോ വി ഈസ് ഈക്വൽ ടു എസ് അപ്പോൺ ടി. എസ് ഡിസ്റ്റൻസ്, ടി ടൈം.
ഇനി ഇതൊരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. കാരണം ഞാനിവിടെ ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ എന്നേ പറഞ്ഞുള്ളൂ, ടൈമേ പറഞ്ഞുള്ളൂ. ഏത് ഡയറക്ഷനിൽ നടക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചില്ല. ഒരുപക്ഷെ നിങ്ങൾ ഈസ്റ്റിലോട്ടായിരിക്കും നടന്നത്, ഞാൻ വെസ്റ്റിലോട്ട് നടന്നു, കുറച്ച് കഴിഞ്ഞ് സൗത്തിലോട്ട് തിരിഞ്ഞു, പിന്നെ വീണ്ടും ഈസ്റ്റിലോട്ട് തിരിഞ്ഞു. എങ്ങനെ വേണേലും നടക്കാം അല്ലേ? അപ്പോൾ ഇവിടെ ഡയറക്ഷൻ ഒരു പ്രശ്നമേ അല്ല. അങ്ങനെ വരുമ്പോൾ അതൊരു സ്കേലർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഇതിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ മീറ്റർ ബൈ സെക്കൻഡ് എന്ത് വരും? M/s ഓർ m⁻⁻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 ⁻
ഇറങ്ങി. ഓക്കെ, നടക്കാൻ ഇറങ്ങി നിങ്ങൾ ഒരേ സ്പീഡിൽ തന്നെ അങ്ങ് നടന്നു എന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ നടക്കാൻ പോയപ്പോഴേക്കും ആദ്യം ഞാനിങ്ങനെ പതുക്കെ നടന്നു. എനിക്ക് ഭയങ്കര ടയർഡ്, എനിക്ക് വയ്യ നടക്കാൻ. ഞാൻ ഇങ്ങനെ പതുക്കെ നടന്നു. അപ്പോഴാണ് പിന്നെ ഞാൻ വെച്ചാൽ ഇങ്ങനെ നടന്നൊരു കാര്യമില്ല, നല്ല ബ്രിസ്ക് വാക്ക് ചെയ്താലേ എൻ്റെ കാലറീസ് ബേൺ ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നല്ല ബ്രിസ്ക് വാക്കിംഗ് നടന്നു. അങ്ങനെ നന്നായിട്ട് നടന്നു വന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ വന്നു. ഹലോ. പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞു തുടങ്ങി. അപ്പം ഞാൻ പതുക്കെ സ്ലോ ഡൗൺ ചെയ്തു. കുറച്ച് ദൂരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് സഞ്ചരിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ഓർത്ത്, അയ്യോ ഞാൻ ഇത്ര നേരം സ്ലോ ആയിരുന്നു, എന്നാൽ ഇത്തിരി സ്പീഡ് കൂട്ടി നടക്കാം എന്നും പറഞ്ഞ് ഞാൻ സ്പീഡിൽ നടന്നു. അപ്പോൾ ഇവിടെ പല സമയത്തും ഞാൻ പല വേഗതയിലാണ് നടന്നത്. പക്ഷേ എൻ്റെ ആവറേജ് സ്പീഡ് എത്രയായിരുന്നു എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ സഞ്ചരിച്ച ടോട്ടൽ ഡിസ്റ്റൻസിനെ ഞാൻ എടുത്ത ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ഇവിടെ 40 മിനിറ്റ് കൊണ്ട് 4 കിലോമീറ്റർ, അപ്പം 4/40 മിനിറ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ആവറേജ് സ്പീഡ് കിട്ടും. നിങ്ങളുടേത് 4 കിലോമീറ്റർ ബൈ 38 മിനിറ്റ്. പക്ഷേ ഈ ആവറേജ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ അതേ സ്പീഡിൽ ത്രൂ ഔട്ട് നടന്നു എന്നല്ല. പലതരത്തിൽ പല സ്പീഡ് ആയിരുന്നിരിക്കാം. പക്ഷേ നമ്മൾ ആവറേജ് സ്പീഡിൽ നടന്നതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു സാധാരണ റോഡിൽ കൂടിയാണ് പോകുന്നത്. അവിടെ 80 കിലോമീറ്റർ ആണ് സ്പീഡിൻ്റെ ലിമിറ്റ്. അപ്പോൾ ഞാൻ ആ ട്രാക്കിൽ കൂടെ 80 കിലോമീറ്റർ തന്നെ ഓടിക്കണം, അല്ലേ? അല്ലെങ്കിൽ ആ അടുത്ത് വരുന്ന വാഹനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ 80 കിലോമീറ്ററിൽ പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 1 മണിക്കൂറിൽ ഞാൻ എന്ത് കവർ ചെയ്തു? 80 കിലോമീറ്റേഴ്സും കവർ ചെയ്യാൻ പറ്റി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു ഒരു ചെറിയ ടൗണിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് കുറച്ച് സ്ലോ ചെയ്യേണ്ടി വന്നല്ലേ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ചില സമയത്ത് ഒരു 40-ൽ പോകേണ്ടി വന്നു. നല്ല തിരക്കുള്ള റോഡായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു സ്പീഡ് കൂട്ടി ഒരു 60-ലെത്തി. പിന്നെ കുറച്ച് ദൂരം ഞാൻ 80-ലെത്തി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എക്സ്പ്രസ് വേ ഉണ്ടായിരുന്നു. ഞാൻ 120-ൽ വീണ്ടും അങ്ങ് ചവിട്ടി വിട്ടു. അപ്പോൾ എൻ്റെ വണ്ടി അങ്ങ് സ്പീഡിൽ പോയി. അപ്പോൾ എനിക്ക് അടുത്ത 3 മണിക്കൂറിൽ പക്ഷേ ടോട്ടൽ എനിക്ക് എത്രയും കവർ ചെയ്യാൻ പറ്റുള്ളൂ? 120 കിലോമീറ്റർ. അപ്പോൾ പല സ്ഥലത്തും ഞാൻ പല സ്പീഡിലാണ് സഞ്ചരിച്ചതെങ്കിലും എൻ്റെ ആവറേജ് സ്പീഡ് എത്രയായിരുന്നു എന്ന് കാണാൻ ടോട്ടൽ ഡിസ്റ്റൻസ് 120, 80, 200 അപ്പോൾ ടോട്ടൽ ടൈം 4 മണിക്കൂർ. അപ്പോൾ 50 കിലോമീറ്റർ പെർ അവറിലാണ് ഞാൻ സഞ്ചരിച്ചത്. പക്ഷേ ഞാൻ ഓരോ മണിക്കൂറിൽ 50 കിലോമീറ്റർ സഞ്ചരിച്ചോ? ഇല്ല. ചിലപ്പോൾ ഞാൻ 80 സഞ്ചരിച്ചു, അടുത്ത അവർ ചിലപ്പോൾ ഞാൻ 60 ഉള്ളൂ, അടുത്ത അവർ ഞാൻ 120 സഞ്ചരിച്ചു. പക്ഷേ ആവറേജ് ഔട്ട് ടു എത്രയാ? 50 കിലോമീറ്റർ പെർ അവർ. അപ്പം നമ്മുടെ വാഹനങ്ങളിൽ നമുക്ക് സ്പീഡ് ലിമിറ്റ് അറിയാനായിട്ട് അവിടെ ഒരു സ്പീഡോമീറ്റർ ഉണ്ടല്ലേ. അപ്പം ഞാനിങ്ങനെ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ക്യാമറ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സ്പീഡോമീറ്ററിൽ നോക്കും. ഇപ്പോൾ 80 ആണ് അല്ലെങ്കിൽ 100 ആണ് ലിമിറ്റ്. പക്ഷേ എൻ്റെ വണ്ടി 110-ലാണ് പോകുന്നതെങ്കിൽ ഞാൻ പതുക്കെ ഒന്ന് ബ്രേക്ക് കൊടുത്ത് സ്ലോ ഡൗൺ ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഫൈൻ കിട്ടില്ലേ. അതേപോലെ അതിനെയാണ് നമ്മൾ സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ വണ്ടിയൊക്കെ ഇപ്പോൾ യൂസ്ഡ് കാറൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ട് എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്, അപ്പോൾ ഒത്തിരി കിലോമീറ്റർ ഓടിയാൽ എനിക്ക് വേണ്ട, പഴയഞ്ച വണ്ടിയായിരിക്കും അല്ലേ. പക്ഷേ അധികം ഓടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറയാം നല്ല വണ്ടി, തേയ്മാനം കുറവാണ്. അപ്പോൾ അത് നോക്കുന്നത് എവിടെയാണ്? ഓഡോമീറ്റർ. അവിടെ എത്ര ഡിസ്റ്റൻസ് ടോട്ടലി വണ്ടി കവർ ചെയ്തു എന്നുള്ള കാണിക്കും. അതിനെ പറയുന്ന പേരാണ് ഓഡോമീറ്റർ. അപ്പോൾ സ്പീഡോമീറ്റർ സ്പീഡ് കാണിക്കുന്നു, ഓഡോമീറ്റർ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടൈമാണ്. ഇവിടെ നമ്മൾ ഡയറക്ഷൻ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ സ്കെയിലർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് വെലോസിറ്റി അഥവാ പ്രവേഗം എന്തെന്ന് മനസ്സിലാക്കാം. ഇത് വേഗതയോട് തീർച്ചയായിട്ടും സാമ്യമുള്ളതാണ്. ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, ഇവിടെ നമ്മൾ ഡയറക്ഷനും കൂടി പറയും. അതായത് 4 കിലോമീറ്റർ 40 മിനിറ്റിൽ ഞാൻ നടന്നു. അത് ഏത് ഡയറക്ഷനിൽ നടന്നു എന്നുള്ളത് പ്രസക്തമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ അത് നോർത്തിലേക്ക് നടന്നു അല്ലെങ്കിൽ സൗത്തിലേക്ക് നടന്നു എന്ന് പറയുന്നു. ഞാനത് ഇടയ്ക്ക് വെച്ച് എൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ എൻ്റെ വെലോസിറ്റി മാറും. പക്ഷേ അവിടെ സ്പീഡ് മാറണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ഷനും കൂടി പറയുകയാണ്. അപ്പോൾ ഒരു ഡയറക്ഷണൽ ഉള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ പറയുന്നത്. ഒരേ ഡയറക്ഷനിൽ പോകുന്ന അതിനെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഡയറക്ഷനിൽ നമ്മൾ സ്പീഡ് ഡയറക്ഷനിലെ ഡിസ്റ്റൻസ് ട്രാവലിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ട് വെലോസിറ്റി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എടുക്കാം. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആകുമ്പോഴും SI യൂണിറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് മീറ്റർ ആയിരിക്കും, ടൈം സെക്കൻഡ് ആയിരിക്കും. സോ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സംശയമുണ്ടോ? ഇല്ല. കാരണം ഇവിടെ നമ്മൾ ഡയറക്ഷനും കൂടെ ദിശയും കൂടെ കണക്കിലെടുക്കുന്നുണ്ട്. വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി ഒരു എക്സാമ്പിൾ നോക്കിയാൽ വെലോസിറ്റി പ്രവേഗം 2 തരത്തിലാകാം. അത് യൂണിഫോം ആകാം, വേരിയബിളും ആകാം. അതായത് യൂണിഫോം എന്ന് പറയുന്നത് ഒരു ബോഡി
മൂവ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആണ് കൺസിഡർ പോകുന്നതെങ്കിൽ, അതായത് ഇവിടെ 10 മിനിറ്റ് ഉണ്ട്, ഓക്കെ, അത് 10 മീറ്റർ കവർ ചെയ്തെന്ന് വെക്കാം. അടുത്ത 10 മിനിറ്റിലും 10 മീറ്റർ, ഇവിടെ 10 മീറ്റർ, ഇവിടെ 10 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? ഒരു യൂണിഫോം വെലോസിറ്റി ആയിരിക്കും എന്ന് തീർത്ത് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഒരു കാര്യം കൂടെ പറയണം, ഇൻ ദ സെയിം ഡയറക്ഷൻ. അവിടെ ഡയറക്ഷൻ മാറിയ വീണ്ടും വെലോസിറ്റി മാറിപ്പോകും. അപ്പോൾ ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഇൻ ദ സെയിം ഡയറക്ഷൻ, ദെൻ വി കോൾ ഇറ്റ് ആസ് യൂണിഫോം വെലോസിറ്റി. സ്പീഡിൽ അങ്ങനെ ഇല്ലായിരുന്നു അല്ലേ? യൂണിഫോം സ്പീഡ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ഡിസ്റ്റൻസിൽ ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ അതേ ഡയറക്ഷനിലാണെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. ഇനി രണ്ടാമതൊരു സിറ്റുവേഷൻ നോക്കാം. ഇവിടെ 10 മിനിറ്റിൽ 10 മീറ്റർ കവർ ചെയ്തു, അടുത്ത 10 മിനിറ്റിൽ 25 മീറ്റർ കവർ ചെയ്തു, അതിനടുത്ത 10 മിനിറ്റിൽ വെറും 5 മീറ്ററേ കവർ ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അൺഈക്വൽ ഡിസ്റ്റൻസസ് കവർ ചെയ്തു, പക്ഷേ ഡയറക്ഷൻ സെയിം ആണ്, ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോഴെന്താണ്? വെലോസിറ്റി ചേഞ്ച് ആയി. അതിനെ നമ്മൾ വേരിയബിൾ വെലോസിറ്റി എന്ന് പറയും. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കവർ ചെയ്ത് മാറിയത് കൊണ്ട് മാത്രം വെലോസിറ്റി മാറുകയുള്ളൂ? അല്ല. ഇനി നോക്കൂ, ആദ്യത്തെ 10 മീറ്റർ 10 സെക്കൻഡ് കവർ ചെയ്തു എന്താ ഈസ്റ്റ് ഡയറക്ഷൻ. അടുത്ത 10 മിനിറ്റിൽ 10 മീറ്റർ തന്നെയാണ് കവർ ചെയ്തത്, പക്ഷേ സദേൺ ഡയറക്ഷനിൽ. അടുത്ത 10 മിനിറ്റിൽ വീണ്ടും 10 മീറ്റർ കവർ ചെയ്തു, പക്ഷേ വെസ്റ്റിലേക്ക്. അപ്പോൾ ഇവിടെ യൂണിഫോം ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ഇൻ്റർവെല്ലിൽ കവർ ചെയ്തത്. പക്ഷേ ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഓരോ പ്രാവശ്യം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴും വെലോസിറ്റി ചേഞ്ച് ആയി. അപ്പോൾ വെലോസിറ്റി എങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ വെലോസിറ്റി ചേഞ്ച് ചെയ്യാം, ഡിസ്റ്റൻസ് കവർ ചേഞ്ച് ചെയ്താലും വെലോസിറ്റി ചേഞ്ച് ചെയ്യാം, പിന്നെന്താ, ഇത് രണ്ടും ചേഞ്ച് ആയാലും വെലോസിറ്റി ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണെന്ന് കണ്ടു. ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു, നമ്മൾ ഒരു ഇത് തുടങ്ങുമ്പോൾ എത്രയാണ് വെലോസിറ്റി, എത്രയാണ് ഫൈനൽ വെലോസിറ്റി, ഓക്കെ, ബൈ 2 അതിൻ്റെ ആവറേജ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ സാധാരണ സ്മോൾ ലെറ്റർ യു എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഫൈനൽ വെലോസിറ്റി വി എന്നാണ് എടുക്കുന്നത്. അപ്പോൾ u+v/2 അതാണ് ആവറേജ് വെലോസിറ്റി. എൻ്റെ ലെസൺസ് എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ലൈക്ക് തരാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ബയോളജി മൈ പാഷൻ.